ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ട്രാവലിംഗ് വ്ളോഗെന്ന് വെച്ചാൽ ഞങ്ങൾ വാഗമണ്ണൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ പോയത് ഇല്ലിക്കൽ കല്ലിലോട്ടാണ്. ഇല്ലിക്കൽ കല്ലിൽ ഞങ്ങൾ പോയ ടൈമെന്ന് വെച്ചാൽ ഒരു ആപ്റ്റായിട്ടുള്ള ക്ലൈമറ്റായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഒരാവേശത്തിന് ഈ മല ഞാൻ നല്ല സ്പീഡിൽ കയറിയതാണ്. മുകളിലെത്തിയപ്പോഴത്തേക്കും ശ്വാസം കിട്ടാത്ത അവസ്ഥയായി. നമുക്കറിയാമല്ലോ, അത്രയ്ക്ക് നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റമായിരുന്നു. കയറ്റം എന്ന് മാത്രമല്ല, അതിലെ കല്ലുകൾ ചവിട്ടി ചവിട്ടി കയറുന്നത് ഭയങ്കര ഇച്ചിരി ഗ്യാപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചിരി കട്ടിയായിരുന്നു കയറുന്നത്. ബട്ട് ഞങ്ങൾ മുകളിലെത്തിയപ്പോഴത്തേക്കും ഇതാണെന്നു അവസ്ഥ. ഒന്നും കാണാൻ വയ്യായിരുന്നു. ഫുള്ള് കോട കയറി കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ കറക്റ്റ് ഫ്രണ്ട് പോർഷൻ കറക്റ്റ് തെളിഞ്ഞു വന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഒരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പുമായിരുന്നു ഇത്. ഇല്ലിക്കൽ കല്ല് പോകുമ്പം മെയിനായിട്ടും ആ ഒരു റോഡായിരുന്നു. റോഡെന്ന് വെച്ചാൽ അത്ര കണ്ട് കുത്തനെയുള്ള കയറ്റങ്ങളും വളവുകളും, കൊടും വളവുകൾ എന്ന് പറയാം. അത്ര കൊടും വളവിൽ കുത്തനെയുള്ള കയറ്റം. ശരിക്കും കുറച്ചൊക്കെ ഒന്ന് ഭയന്നു. എന്നാലും കുഴപ്പമില്ല, ഇത്രയും നല്ലൊരു വ്യൂ കാണാൻ പറ്റിയത് കൊണ്ട് ഞാൻ ആ പേടിയെല്ലാം സഹിച്ചു. ഓക്കെ, അപ്പം കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പോയത് ഇലവീഴ പൂഞ്ചിറയിലാണ്. ഈ കാണുന്നതാണ് ആ ചിറ എന്ന് പറയുന്നത്. ഇവിടെ ഇല വീഴത്തില്ലെന്നാണ് പറയുന്നത്. ഇല വീണാൽ തന്നെ, ഈ മരങ്ങളിലൊക്കെ ഉള്ള ഇല വീണാൽ തന്നെ അത് കാറ്റെടുത്ത് പറന്നു പോകും. എന്നുവെച്ചാൽ ആ ചിറയിലൊന്നും കിടക്കില്ല, ആ വെള്ളത്തിലൊന്നും കിടക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾ പോയതിൽ വെച്ച് ഏറ്റവും സൂപ്പർ സ്ഥലം എന്ന് പറയുന്നത് ഈ ഇലവീഴ പൂഞ്ചിറ തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ പോയ ടൈമിൽ നല്ല മഴയായിരുന്നു. മഴയായ സമയത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനേ പറ്റത്തില്ലായിരുന്നു. 1 മണിക്കൂറോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു മഴയൊന്ന് കുറയാൻ. മഴ കുറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കയറാൻ തുടങ്ങി. അപ്പോൾ ഉള്ള ക്ലൈമറ്റായിരുന്നു ഇത്. എന്നുവെച്ചാൽ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന പോലെ ഒരു ടൈമായിരുന്നു. അപ്പോൾ സൂര്യനും വന്നു, ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. റിഫ്രഷിങ് അറ്റ് ഇറ്റ്സ് പീക്ക്. അത്ര നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു ആ ടൈമിൽ. ചെറിയ ഒരു വെയിലും പിന്നെ മഴയും കോടയും എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തൊരു കാലാവസ്ഥയായിരുന്നു അപ്പം. പിന്നെ ഇത് കയറാനും കുറച്ച് ടഫാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കും ഒന്ന് കയറി മുകളിലെത്താനായിട്ട്. പക്ഷെ അവിടെ നമുക്ക് അത്ര സൂപ്പറാണ്. അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് വന്നാലും വർത്താണ്. അത്രയും വർത്തായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അത്. അത്രയും വർത്തായിട്ടുള്ള സ്ഥലമായിരുന്നു അത്. ഈ വീഡിയോസ് എല്ലാം സൂര്യൻ അസ്തമിക്കാൻ പോകും. ബാക്കിൽ സൂര്യനും ഉണ്ട്. ആ പച്ച വിരിച്ച ഏരിയാസ് എല്ലാം കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഞങ്ങൾ വാഗമൺ പോയത്. അപ്പോൾ വാഗമണ്ണിൽ ഫസ്റ്റ് ഞങ്ങൾ പോയത് വാഗമൺ മെഡോസിലാണ്, മൊട്ടക്കുന്ന്. അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ വന്നിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി ട്രിപ്പിൻ്റെ ഒരു ചെറിയ വ്ലോഗ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇനി അടുത്ത വ്ലോഗിൽ കാണാം. ബൈ ബൈ.